മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്ക താണ്ട് ഇതുപോലെ എടുത്ത് ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിനകത്തിലേക്ക് ഇടാം. എന്നിട്ട് നെല്ലിക്ക ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം തിളച്ചാൽ മതിയോ നെല്ലിക്ക. എന്നിട്ട് നെല്ലിക്കയും വെള്ളവും സെപ്പറേറ്റ് ആക്കി ഇടുക. എന്നിട്ട് വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയിട്ട് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ എപ്പോഴും നീളത്തിൽ വേണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി അരിയാൻ. അച്ചാറിനൊക്കെ സാധാരണ നീളത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി അരിയുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് കളർ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. കാരണം ആ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. കായപ്പൊടി ഒരുപാട് ആവാണ്ട് പ്രത്യേകം നോക്കണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കയും ആ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം പോലെ ആക്കുന്നില്ല, കാരണം ആകെ കുറച്ച് നെല്ലിക്കല്ലേ ഉള്ളൂ. അപ്പൊ ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഇതുപോലെ തവി വെച്ചൊന്ന് ഇളക്കി 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 കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം പറ്റുകയും ചെയ്യും, ആ നെല്ലിക്കയുടെ ആ ഒരു ചാറ് മൊത്തം അതിലേക്ക് ആകുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കണ്ടിട്ട് തന്നെ കൊതിയാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.